ഒരു വീടുമില്ല സ്ഥലവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എന്നോടത്തെ ചോദിച്ചേട്ടനാണ് എന്തെങ്കിലും വഴി ഒരുക്കാമെന്ന് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിൽ അപേക്ഷ വെക്കാൻ പറഞ്ഞ് അപേക്ഷ വെച്ചെങ്കിലും ഒത്തിരി കുട്ടികൾ വെക്കുന്നല്ലേ, നമുക്ക് കിട്ടുമല്ലോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാലും സ്കൂളിൻ്റെ മാഷുമാരെല്ലാവരും കൂടി നമുക്ക് ആ വീട് അനുവദിച്ചു തന്നു. പിന്നെ സ്ഥലമില്ലാതായി, സ്ഥലവും TSSൻ്റെ അതിൽ സ്ഥലവുമായി. പിന്നെയും അതെങ്ങനെ പണിയും പൂർത്തിയാക്കും, മുമ്പോട്ട് പോകാൻ പൈസ ഇല്ലല്ലോ എന്നോർത്ത് എന്തെങ്കിലും വഴി കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണന്താനച്ഛനെ കോണ്ടാക്ട് ചെയ്യാൻ മാറ്റി ഫോണിൽ നിന്ന് എടുത്തു തന്നതാണ്. അച്ഛൻ പറഞ്ഞാണ് ഞാൻ എപ്പോഴും അവനെ വഴക്ക് പറയും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നതിന്, എന്നാലും ഈ ഒരു വാരം അവൻ എന്നെ ചെയ്തു തന്നു. അങ്ങനെ അച്ഛൻ്റെ നമ്പർ എടുത്ത് തന്നു, വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു, പക്ഷെ അതും എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല, ഇതൊക്കെ കാണുന്നത് സത്യമാണോന്ന് നമുക്കറിയില്ലല്ലോ. അച്ഛൻ അങ്ങനെ. പിന്നെ സിജോം സാറ് 3 മാസം കൊണ്ട് വീടാവുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. 3 മാസം കൊണ്ട് വീടാകാന്ന് പറഞ്ഞാൽ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലില്ല. അത് നടക്കുകയല്ല, നീണ്ടു പോകും, അത്രേ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, സത്യമാണെന്ന് ഓർത്തെ. അങ്ങനെ ആവലാന്ന് ഓർത്തു. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീടായി. ഇതായെന്ന് ഇപ്പോഴും എനിക്ക് എന്തോ എനിക്കിങ്ങനെ ഒരു വീട് കിട്ടിയെന്ന് ഞാൻ ഇപ്പോഴും നല്ല സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എന്നാലും എനിക്ക് എന്തോ ഒരു വിചാരിക്കാൻ ബുദ്ധിമുട്ട് പോലെ. എപ്പോഴും നല്ലൊരു വീട്. ഇതിന്റെ അവസാനം ഇത് ഇങ്ങനെ ആവുന്ന പോലും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നല്ല മനോഹരമായി പൂർത്തിയാക്കി. പിന്നെ ഒത്തിരി കുട്ടികളെ സഹായിച്ചു മാഷുമാര്. എല്ലാത്തിനും ബാക്കിൽ മാണിയച്ഛന്റെ സംസാരവും സഹകരണവും എല്ലാവരോടും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനും പറയാനും എല്ലാം അച്ഛനുണ്ടായിരുന്നു എന്ന് ഞാൻ അറിയുന്നുണ്ട്. ഞാനും അച്ഛനും തമ്മിൽ നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും ജോയിച്ചേട്ടൻ വഴിയായിട്ടും സിജോം സാറായിട്ടും എല്ലാവരും കൂട്ടത്തിലും മാണിയച്ഛനും ഉണ്ടായിരുന്നു. ഒത്തിരി എല്ലാവരോടും നന്ദിയുണ്ട്, മാഷുമാരും ടീച്ചേഴ്സും പിള്ളേരും എല്ലാവരും. പിന്നെ എൻ്റെ സുബിൻ, എന്താവശ്യത്തിന് എപ്പോഴും സുബിനെ ഞാനും പറഞ്ഞാലും വിളിക്കാറുണ്ടായിരുന്നു. ഷാജനും സുബിനും എല്ലാവരും. ഞാൻ ആരെയും വിട്ടുപോയിട്ടില്ല, ഞാൻ ആരെയും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. സുബിനോട് എപ്പോഴും എന്ത് ചോദിച്ചാലും നല്ല അഭിപ്രായം പറയും. ചേച്ചി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോണും എടുക്കും, വീണ്ടും പറയും, എല്ലാം ചെയ്യും, എല്ലാ കാര്യങ്ങളും അഭിപ്രായവും പറയുമായിരുന്നു. താങ്ക്സ്, എല്ലാവർക്കും നന്ദി.